Ole isappa ay. Ready 1 2 3 start. ഇറങ്ങിക്കോ. അമ്പോ 6 ലക്ഷത്തിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ പൊന്മുടിയുടെ ഒരു ചെറിയൊരു പാർട്ടായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ചെറിയൊരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സനലുണ്ട് മുമ്പിൽ. സനൽ 390 എടുത്തില്ല, ഈ ഏതാണ് നമ്മുടെ 220 എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്, ഓഫ് റോഡൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2-3 പേര് വരാനുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരത് നോസ് വീലർ, അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഇവിടെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിവിടെ എവിടെയോ ഉണ്ടോ, എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ പൊന്മുടിക്കാണ് പോകുന്നത്. പൊന്മുടി അല്ല കേട്ടോ, പൊന്മുടീൻ്റെ തൊട്ടടുത്തൊരു സ്ഥലം. എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല, ഇനി ചെല്ലുമ്പോൾ അറിയാം. പൊന്മുടി ക്ലോസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അങ്ങനെ ഞങ്ങൾ പൊന്മുടിക്ക് പോകണല്ലേ, പൊന്മുടിക്ക് അടുത്തൊരു സ്ഥലത്ത്. ആണോ? പേരെന്താ ബ്രോ? പ്രവീൺ. ഓ, എടുത്തു. ഓ, എടുത്തോ. വൈ നോട്ട്? അപ്പോൾ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് എത്തിയില്ലേ. ജസ്റ്റ് മാസ്ക് ഒന്ന് ഊരുമോ? മുഖം കാണിക്കാൻ താല്പര്യമുണ്ടോ? ആ, ഓക്കെ. എനിക്ക് മനസ്സിലായി. ഹായ്. വിറക്കണെന്തോ? എവിടെ? പേരെന്തായിരുന്നു? സഹീർ. ഓക്കെ. ഓ, എടുത്തോ. ആ, ഇത് ഏതാ? സൊമാറ്റോ ആണോ? അല്ലേ? ആ, ഓക്കെ. ഫേസ് റിവീൽ ഉണ്ടോ ഇപ്പൊ? അപ്പോൾ കുറേ മച്ചാന്മാരിവിടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ നമ്മളെ കാണാൻ വന്നതാണ് കേട്ടോ. അയ്യോ, പേരെന്താ ബ്രോ? ഷിബിൻ. ആദിഷ്. നിങ്ങളൊക്കെ വരുന്നുണ്ടോ? രാഹുലോ? അതിൽ. മാസ്ക് ഒന്ന് മാറ്റാവോ? ആ, ഓക്കെ. മുബാറക്കോ? നീ ഏതാടാ? നിന്നെ വിളിച്ചില്ലല്ലോ. നീ ലിസ്റ്റിലില്ലല്ലോ. മൂസാജി ഒരു കാറ് വരാനുണ്ടെന്ന് പറഞ്ഞു. ആ പോസ്റ്ററിൽ കാണുന്ന വണ്ടിയില്ലേ, ഇതുകൊണ്ട് അപ്പോൾ GT ഇങ്ങോട്ട് വരും ഇപ്പോൾ. ഓ, കിഡിലൻ. ഫ്രണ്ട് ടയർ എന്തോ പറ്റിയിട്ടുണ്ട്. വേണ്ടില്ലേ? പോളോ GT ആണ് വണ്ടി. ലോവർ ചെയ്ത് വൈറ്റ് ബോഡിയൊക്കെ ചെയ്ത വണ്ടിയാണ്. അടിപൊളി. ഫ്രണ്ട് ടയർ സീനുണ്ട് അല്ലേ? ഇത് എയറില്ലാത്തോണ്ടാണോ? ആ, അടിപൊളി. അമ്പോ 6 ലക്ഷത്തിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഡോർ.
വൈഡ് റിമ്മൊക്കെ കയറ്റിയിട്ട് അമ്പോ കൊള്ളാം. ഹൈറ്റ് കുറഞ്ഞ ടയറും വൈഡ് റിമ്മൊക്കെ. ഇത് വാൽവെട്രോണിക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആ മാരക ലുക്കാട്ടോ വണ്ടി. അപ്പോൾ ഗായ്സ് എല്ലാവരും ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്ത് ഇനി പോവാ. അപ്പോൾ നമ്മുടെ ഭരതേട്ടൻ പുള്ളി ഇന്നലെ ചെന്നൈയിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി ഇവിടം വരെ വന്നു, നമ്മുടെ കൂടെ റൈഡ് ജോയിൻ ചെയ്തു. ഗായ്സ് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി. ഇനിയാണ് നമുക്ക് ടാസ്ക്. എന്താ സ്ഥിതി എന്നറിയില്ല. അയ്യോ എന്താവോ. ആ ഇനി MLA വിളിച്ചോ. അപ്പോൾ വയനാട് നിന്നും തിരുവനന്തപുരത്തെത്തിയ ബ്ലാക്ക് സൂട്ട് ടീമിന് എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുത്തു. ശരിക്കും അങ്ങോട്ട് കയറ്റി വിടണേ കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ നമ്മുടെ ഇൻഫ്ലുവൻസിൽ 100K. അയ്യോ അതാരാ കണ്ടുപിടിച്ചെന്ന്? അപ്പൊ 100K അടിച്ചിരിക്കുന്നു. അയ്യോ അപ്പുവാ come on guys. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. 100K അടിച്ചേ. ഒരു വല്ലാത്തൊരു സന്തോഷം കഴിച്ച് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് ഒന്നും നടക്കില്ല. താങ്ക്സ് ടു എവ്രി വൺ. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. Oh my god, ബസ്. ഇതിൽ ബസ് പേടിച്ചും പോയി ഭർത്താവേ. ഈ ബസ്സിലൊന്നും ഇങ്ങനെ ഒരു, ഈ റോഡിൽ ഇങ്ങനെ ഒരു ബസ് പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ. ഇപ്പം മനസ്സിലായി ബസ് ഓടുന്ന റോട്ടാണ്. അപ്പോൾ ഗായ്സ് ബ്രേമോർ എസ്റ്റേറ്റ് എന്നുള്ള ഒരു ബോർഡിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അറിയില്ല എടി, നമുക്ക് മുമ്പിൽ പോയാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് നിന്ന് പോയിക്കോ. Oh my god. Oh my god. Oof. ഓഫ് റോഡ് ഇങ്ങനെയാണോ കണിയണ്ടേ?
അതെന്താ അറിയാം, ഞാൻ മുമ്പിൽ വന്നേ, നമുക്ക് ഇതേപോലെ ഫ്രണ്ടിലുള്ള നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എടുക്കാൻ പാടായിരിക്കും. അവരെ കൂടെ നിന്നോ? അയ്യോടാ ബ്ലോക്ക്. സനൽ അടിയിൽ കൂടെ പോവാണ്. ഇതേപോലെയല്ല നമ്മൾ മാജിക് ഹിൽസ് പോയപ്പോ. ആ ഓലെ ഇസപ്പോ മുടിയാത് മുടിയാത്. ഓലെ ഇസപ്പോ അത് ഊർത്തി വിടാൻ പറ്റില്ല. പോവോ? ഇറങ്ങൂല. 1 by 1 ആയിട്ടല്ലേ? വൈസറ് വൈസറ് യെസ്. പൊക്കോ പൊക്കോ. ഒന്നല്ലേ? അമ്പോ ഗൈസ്, ടാസ്ക് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഏ മിഷൻ പാസ്ഡ്. കാട് താണ്ടി മലകൾ താണ്ടി അങ്ങ് ദൂരെ പോണം. അടുത്ത മരം. കുനിഞ്ഞോട്ടോ, കുനിഞ്ഞോളാം. അമ്പോ അത് ടാസ്ക്. ആ ടാസ്ക് നമ്പർ 3. എടാ ഈ മരം നമുക്ക് നേരെ നിവർത്തിയാലോ? ഇങ്ങോട്ട് ചരിച്ചു വെച്ചാലോ? ഇങ്ങോട്ട് അങ്ങോട്ട് വെച്ചാലോ? എടാ 220 കുറച്ച് ബേക്കിലേക്ക് ഇറക്കുവോ? നമുക്ക് അങ്ങോട്ട് വെക്കാം. സീൻ. അവിടെ ഇളക്കി എടുക്കേണ്ടി വരും.
പൊക്കിയിട്ട് വലിക്ക്. എടാ റോപ്പുണ്ട്, ഒരു വണ്ടിയിൽ കെട്ടി അങ്ങോട്ടങ്ങ് വലിക്കായിരുന്നു അല്ലേ? ആ അവിടെ ആ കണക്ഷനോടെ ഉള്ളൂ. എടാ കയറൊന്നും കിട്ടൂല അല്ലേ? ഡേ ഡ്യൂക്ക് സേനന്റെ അടുത്ത് കയറുണ്ട്, കെട്ടി വലിക്കാം. നേരത്തെ പൊക്കിയതല്ലേ പൊക്കിയാ മതി. നടക്കൂലടാ. അവിടെ നിന്ന് തുരപ്പം പിഴയുണ്ട്. വഴിവിട്ടവര് കല്ലിട്ട് കുത്തി ഇളക്കി മണ്ണിളക്കി പൊങ്ങും നോക്കാം. പൊങ്ങും നോക്കിയാലോ. ആ തിരിക്ക്. ആ പൊളി. ഇനി വലിച്ചിറക്കിയാ മതി, അങ്ങോട്ട് തള്ളിയാ മതി. അമ്പോ നിങ്ങളെന്തായാലും വലിക്കും. റെഡി എല്ലാരും കള്ളപ്പിടി. ആരോ ഇതുവഴി പോയിരിക്കുന്നു. ആരോ വെട്ടാൻ ശ്രമിച്ചു. എന്നാ ഈ സൈഡ് ഇങ്ങോട്ട് വെച്ചാലും മതിയില്ലേ? ഇത് അങ്ങോട്ടാക്കിയാലും മതി. വൺ സൈഡ് എല്ലാരും പിടിച്ച് ഇങ്ങോട്ട് ആക്കിയാൽ മതി. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയതല്ലോ. ഓ ഈ സൈഡ് ഓ ഇത് പശ പോലത്തെ. എനിക്ക് ഗ്ലൗസ് ഇല്ല. വാവ് അങ്ങോട്ട് ആ ഒന്നുകൂടി. അയ്യോ ഒരു പൊടിക്കൂടി. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒറ്റ ചവിട്ട് ചവിട്ടിലെല്ലാം പോയി. പെരിയ പെരിയ കാട് താണ്ടി മരങ്ങൾ താണ്ടി വാ വണ്ടിയെട് വണ്ടിയെട്. അടിപൊളി. Oh my god. Wow. Don't worry. Asalani, don't worry. Slippery, slippery. Don't worry.
അപ്പോൾ ഈ സ്ഥലം തെന്നി കിടക്കുന്ന സ്ഥലമാണ്, കണ്ടറിയാം. നല്ല പായൽ പിടിച്ച് വെക്കുന്ന സ്ഥലമാണ്. ഓവർ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പാറപ്പുറത്ത് അടിച്ച് കിടക്കും. അടുത്ത മരം കാലിലേക്ക് കയറി നോക്കണേ. അപ്പൊ അടുത്ത മരക്രോസ്. അമ്മോ, എൻ്റെ അണ്ടർബെല്ലി പോവോ? അയ്യോ, മരം മരം. മാറോ? ഓ മൈ ഗോഡ്, എൻ്റെ അണ്ടർബെല്ലി എന്തായി? എൻ്റെ അണ്ടർബെല്ലി. ഓ കുഴപ്പമില്ല, ക്ലിപ്പ് കിട്ടുള്ളൂ. വെച്ചിരുന്നാണ് വണ്ടി. വണ്ടി സെയിലിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നോക്കട്ടെ. ബാഗിലൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. ചാപ്പു ഒന്ന് കയറ്. പക്ഷെ അതിലും വലിയ ചെടിയാ. അല്ല കേറി പോണ്ടേ? ഇവിടെ നിന്നാതെയോ? ഒക്കെ അല്ലേ, കുളം കണ്ടില്ലേ? അടിപൊളി. അടിപൊളി ഒരു കുളമുണ്ട് ഇവിടെ. ചാടിച്ചോ ചാടിച്ചോ. തടാകം ക്രോസ് ചെയ്തു. ഇറങ്ങിക്കോ. ഈ കുഴിയിൽ ചാടിയടോ. ഇവിടെ മാറിക്ക് മാറിക്ക്. സ്ലിപ്പായിട്ട് നടക്കാൻ പറ്റില്ലേ? വണ്ടി ഓടിക്കണ എന്താ സീനെന്ന് ആലോചിച്ച് നോക്ക്. ആകുമ്പോ ആണ്ടല്ലോ പെട്ടെന്ന് വലിയ കുഴി ചാടിപ്പോയി. പോട്ടെ പോട്ടെ. കേട്ടോ
Yes guys, ഇതാണ് നമ്മുടെ ഡെഡ് എൻഡ്. അടുത്ത മരം പൊക്കിയെടുത്ത് അങ്ങോട്ട് വെക്കാം. ഓ മൈ ഗോഡ്, ഞാൻ ആപ്പിൾ കഴിക്കാൻ പോണു. ആപ്പിള് ഇതെന്റെ അല്ല, എന്റെ അല്ല. എടേ എന്നെ വെറുതെ വിടടേ. വണ്ണാറ് പാർക്കും വേണ്ടാന്ന്. ആ തൊരപ്പനുള്ളപ്പോഴാണോ അമ്പു? അപ്പൊ സനല് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ എന്റെ അണ്ടർവെല്ലിയൊക്കെ സീനൊന്നും പറ്റും. സീനൊന്നുമില്ല. ആപ്പിള് ഇവിടെ ആപ്പിളും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ആപ്പിള് കഴിക്കാം. ഇവിടെ തന്നെ പോയി കല്ലുമ്മ കൂടെ കേറി. പിന്നെ എനിക്ക് വേറെ പാത്തില്ല. അതിനൊക്കെ തന്നെ പവറിലായിട്ട് ഫ്രണ്ടൊക്കെ പൊക്കി ഇങ്ങനെ പോയി. സെന്റർ ലോക്ക് ഇട്ട കാട്ടില് 2 കിലോ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അതെ ബ്രോന്റെ മതി. ഒരുപാട് ചെറിയ ഫിറ്റ് ആയിട്ടാണ് ഇറങ്ങടാ പന്നി എന്റെ കാലിന്ന് ഇറങ്ങിപ്പോ. ഫ്ലൈ ബൈ പൊളി സ്ഥലം. വിഷയം ഫോട്ടോഗ്രാഫി നടക്കാൻ ഒരു ഫോട്ടോഷൂട്ട് നടക്കാനാട്ടാ. റണ്ണിങ് നമുക്ക് വീഡിയോ അടിച്ചോണ്ട് പോയത്. എന്താണ് പറയാനുള്ളത്? പുള്ളി ലുക്ക് മാത്രമല്ല കേട്ടോ, അത് നിലവിളിക്കുക. ഇവര് പണിയെടുത്തതാ. ഫോട്ടോയിൽ ഈ സൗണ്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നിലത്തിറങ്ങി. പൊളി നല്ല സ്റ്റണ്ടിങ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയ. അപ്പൊ കാണിച്ചു അപ്പോൾ ഗായ്സ് നമ്മൾ അതിലും കിടിലൻ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അട്ട ബ്ലഡി അട്ട. ഒരു അടിപൊളി സ്ഥലത്ത് പിന്നെ നമ്മൾ എത്തിയേ. നേരം വെളുത്ത പോലെ ഉണ്ട്. അപ്പൊ കഴിച്ച് ഒരുപാട് ഞാവൽപ്പഴം എന്താ സനല് പറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അത് രസമാണ് കേട്ടോ. എന്തോ ഞാൻ തന്നില്ല. എല്ലാരെ കൊതിപ്പിക്ക്. നല്ല മുതലല്ലേ? വിശന്ന് കിളി പറക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ്. പഴുത്തിട്ടില്ലല്ലോ. അവിടെ നിൽക്കണം.
സ്ട്രോങ് ആണ്. ഇല്ല മേലോട്ട് എറിയുന്ന കല്ല് താഴേലി വരുന്നത്. കറങ്ങി തോരപ്പെട്ടോ. ബിലാല് എങ്ങനെയാണ് നിങ്ങളെ ലൈവിൽ ഞാൻ പറഞ്ഞ് ബ്രോ ഈ 3-4 ട്രിപ്പിന് പോയപ്പോ ചായക്കടക്കാര് ചായ കുടിച്ച് ചായക്കടക്കാരുടെ മോളാണ് ഇവള് അങ്ങനെയാണ് പറഞ്ഞു. എന്നിട്ട് ബിലാല് ചോദിക്കാണ് കച്ചവടമൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടോ? ആ കുഴപ്പമില്ല. ലവ് സ്റ്റോറി കിട്ടി. ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. ഇതാണ് വാട്ടർഫാൾസ് ഗൈസ്. അയ്യോ എന്ത് തടിയുണ്ട്. സാനിറ്റൈസർ വായിലേക്ക് നോക്കി. ഇവളെ താടിയിലാണോ ഇവള് തൂങ്ങിച്ചത്തേനാ. ഓ സനലിന്റെ വായില് ഹാൻഡ്സ് വെച്ചു ഗൈസ്. അത് എല്ലാരും അതിനോട് ഒഴുക്കി വിട്ടേക്ക്. ബാബുവാ ചേട്ടൻ എവിടെ എത്തി? ബാബുവാ തോട്ടട്ട എക്കടെയാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. ഓ മാരക ഫീൽ. കണ്ടില്ലേ എല്ലാരും നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വാട്ടർഫാൾസിലൊക്കെ പോയിട്ട് എല്ലാവരും ചാടി ഇറങ്ങി കുളിച്ച് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ മാത്രം ഇറങ്ങിയില്ല. ഞാൻ ഇവരൊക്കെ കുളിച്ച് നനഞ്ഞ് ആകെ ഷോക്കായിട്ടുണ്ട്. ഭാരതേട്ടൻ്റെ ഹെൽമെറ്റും വെച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ 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 ബൈ. ബൈ. ഇവിടെ തന്നെ ഉണ്ടാവോ? ആ പറ്റുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പിൽ ഒന്നുകൂടെ കാണാം.